ധന്യനിമിഷം, പുണ്യനിമിഷം. വ്രതശുദ്ധിയോടെ ഇരുമുടിയേന്തി അയ്യനെ വണങ്ങി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പമ്പാ ഗണപതിക്ക് മുന്നിൽ കെട്ടുനിറച്ച് ശരണം വിളികളോടെയാണ് രാഷ്ട്രപതി 18ാം പടി ചവിട്ടിയത്. ഇരുമുടിക്കെട്ടുമായി ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും. പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശും അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട്. അരുൺ, പറയൂ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ്. ശബരിമല സന്ദർശനം രാഷ്ട്രപതി പൂർത്തീകരിച്ച് ശബരിമലയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. അതായത് നേരത്തെ ദർശനം പൂർത്തീകരിച്ചതിന് ശേഷം ശബരിമല ഗസ്റ്റ് ഹൗസിൽ വിശ്രമം ഉണ്ട് എന്ന് കാര്യപരിപാടി അല്ലെങ്കിൽ ആ കാര്യക്രമത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഭക്ഷണവും വിശ്രമവും ഒഴിവാക്കി ദർശനം പൂർത്തിയാക്കി ഉടൻ തന്നെ രാഷ്ട്രപതി സന്നിധാനത്ത് നിന്നും ഗൂർഖ വാഹനത്തിൽ തിരികെയുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഇപ്പോൾ പമ്പ കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് പമ്പയിൽ നിന്നും അടുത്ത വാഹന വ്യൂഹത്തിൽ കയറി പത്തനംതിട്ടയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ പത്തനംതിട്ട പ്രമാടത്ത് എത്തിച്ചേരും രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം. അതിനുശേഷം അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തുകൊണ്ടാണ് ഈ വിശ്രമവും ഭക്ഷണവും ഒഴിവാക്കിയത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം അല്ലെങ്കിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. കാരണം ഒരുപക്ഷെ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ തന്നെയായിരിക്കാം. വീണ്ടും മഴയുടെയൊക്കെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ രാഷ്ട്രപതിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ കാര്യക്രമങ്ങൾ വെട്ടിച്ചുരുക്കിയതാകാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 8:30 മണിയോട് കൂടിയിട്ടാണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പത്തനംതിട്ട പ്രമാടത്ത് എത്തിച്ചേർന്നത്. അതിനുശേഷം അവിടെ നിന്നും റോഡ് മാർഗം രാഷ്ട്രപതി പമ്പയിലേക്ക് പോയി. പമ്പയിൽ നിന്നും കെട്ടുമുറുക്കി, അതായത് പമ്പ നദിയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്നാനഘട്ടത്തിൽ ദേഹശുദ്ധി വരുത്തി പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപത്തിരുന്ന് കെട്ടുമുറുക്കി രാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയോടൊപ്പമുള്ള ഉദ്യോഗസ്ഥരും കെട്ടുമുറുക്കി കറുപ്പണിഞ്ഞുകൊണ്ടാണ് സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെട്ടത്. പ്രത്യേകമായി തയ്യാറാക്കിയിരുന്ന ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിച്ചേർന്നത്. തുടർന്ന് 18ാം പടി ചവിട്ടി നേരെ ശ്രീകോവിലിന് മുന്നിലെത്തി അവിടെ പ്രാർത്ഥനകൾ അർപ്പിച്ചു, വഴിപാടുകൾ അർപ്പിച്ചു. ഒപ്പം അവിടുത്തെ കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ നേതൃത്വം നൽകുകയും ചെയ്തു. അതിനുശേഷം സന്നിധാനത്തെ ഉപപ്രതിഷ്ഠകളിലൊക്കെ പ്രാർത്ഥിച്ച് മാളികപ്പുറത്തെത്തി. മാളികപ്പുറത്തും മണിമണ്ഡപത്തിലും ദർശനം നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം തൊട്ടു സമീപത്തുള്ള ചെറിയ നടപ്പന്തലിൽ നിന്നും വാഹനവ്യൂഹത്തിലേറി തിരുമുറ്റത്തിന് താഴെയുള്ള വാവൂര് നടയ്ക്ക് സമീപത്ത് ഇറങ്ങി. തുടർന്ന് വാവൂര് നടയിലെത്തി പ്രാർത്ഥനകൾ അർപ്പിച്ചു. അവിടുത്തെ ചടങ്ങുകളിലും ഭാഗമായതിനു ശേഷം രാഷ്ട്രപതി ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് പോയി. അവിടെ വെച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായിട്ട് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാരടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അയ്യപ്പന്റെ തടിയിൽ കൊത്തിയ പ്രതിമ നൽകിക്കൊണ്ട് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ആ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു പോകേണ്ടത്. ആ യാത്ര ഒഴിവാക്കി നേരിട്ട് വീണ്ടും വാഹനവ്യൂഹത്തിൽ കയറി തിരികെ പമ്പയിലേക്ക് മടക്കയാത്ര ആരംഭിക്കുകയായിരുന്നു രാഷ്ട്രപതി. അതിനുശേഷം അല്പസമയം മുമ്പാണ് പമ്പയിലെത്തി. പമ്പയിൽ നിന്നും അടുത്ത വാഹനത്തിൽ കയറി റോഡ് മാർഗം പത്തനംതിട്ടയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ രാഷ്ട്രപതി പത്തനംതിട്ടയിൽ തിരികെ എത്തിച്ചേരും. അതിനുശേഷം തിരികെ തിരുവനന്തപുരത്തേക്കായിരിക്കും ഇന്ന് ഹെലികോപ്റ്ററിൽ മടങ്ങുന്നുണ്ടാവുക. അതിനുശേഷം നാളെയും രാഷ്ട്രപതിക്ക് കേരളത്തിൽ പരിപാടികളുണ്ട്. കോട്ടയത്തടക്കം പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഡൽഹിയിലേക്ക് ഈ കേരള സന്ദർശനം ഔദ്യോഗികമായി പൂർത്തിയാക്കി രാഷ്ട്രപതി മടങ്ങുന്നുണ്ടാവുക. ഗോകുൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, അനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മല കയറുന്ന രാഷ്ട്രപതിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രപതിയുടെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം വ്രതശുദ്ധിയോടുകൂടി ശരണമന്ത്രങ്ങൾ മുഖരിതമായൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇരുമുടിക്കെട്ട് തലയിലേന്തി അവരും രാഷ്ട്രപതിയെ അനുഗമിക്കുന്നു. മാത്രമല്ല, ഈ ദർശനവേളയിലൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും രാഷ്ട്രപതി ഇങ്ങനെ ചോദിച്ചറിയുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ADCയോടൊക്കെ ചോദിച്ചറിയുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേറെ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഭാരതത്തിൻ്റെ രാഷ്ട്രപതി അയ്യനെ തൊഴുത് വണങ്ങിക്കൊണ്ട് മലയിറങ്ങുന്നൊരു സാഹചര്യം, അതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒപ്പം ഇവിടുത്തെ പലർക്കും ഇപ്പോഴും തീർത്ഥം കയ്യിൽ വാങ്ങിയാൽ അത് സാനിറ്റൈസർ പോലെയാണ്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അനുഷ്ഠാനങ്ങൾ ആചരിക്കപ്പെടുന്ന വളരെ ശ്രദ്ധാകേന്ദ്രമായ ഒരു ആരാധനാലയത്തിൽ പാലിക്കേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ പോലും പാലിക്കാതെ ഭക്തരുടെ ഇടനെഞ്ചിലേക്ക് തീകോരിയിടുന്ന പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ ഗോകുൽ. തീർച്ചയായും ശ്യാം, അതായത് ശബരിമല എന്ന് പറയുന്നത്
ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കാനന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകളുണ്ട്, അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള ചില ചടങ്ങുകളുണ്ട്, ആചാരങ്ങളുണ്ട്, ചിട്ടവട്ടങ്ങളുണ്ട്. അതൊക്കെ ഭാരതത്തിൻ്റെ പ്രഥമ പൗരയായിട്ടുള്ള രാഷ്ട്രപതി ഒന്നിടവിടാതെ പരിപാലിച്ച് അതിനെയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഭാഗമാകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ അടിമുടി കണ്ടത്. അല്ലെങ്കിൽ താഴെ പമ്പയിലെത്തിയപ്പോൾ മുതൽ തന്നെ അവിടെ ആചാരപൂർവ്വം ദേഹശുദ്ധി വരുത്തി പമ്പാ നദിയിൽ ഇറങ്ങി ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപം വ്രതനിഷ്ഠയോടുകൂടി ആ ഇരുമുടിക്കെട്ട്, അയ്യപ്പനുള്ള കാഴ്ചദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഇരുമുടിക്കെട്ട് ഏന്തിക്കൊണ്ട് കറുപ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് മലകയറ്റം ആരംഭിച്ചത് തന്നെ. മാത്രമല്ല ആ ദ്രൗപദി മുർമുവിനൊപ്പമുള്ള പരിചാരകരും അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥരടക്കം ഇതേ ആചാരങ്ങൾ പരിപാലിച്ചു അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് മല കയറി എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമ്മൾ അന്നേരം കണ്ടത്. അതിനുശേഷം സന്നിധാനത്ത് എത്തിയതിനു ശേഷവും 18-ാം പടിക്ക് ചുവട്ടിലെത്തി ഓരോ പടിയും തൊട്ട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സന്നിധാനത്തെത്തി ശ്രീകോവിലിന് മുന്നിലെത്തി ഭക്ത്യാദരപൂർവ്വം അയ്യപ്പനെ വണങ്ങുന്ന രാഷ്ട്രപതിയെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം അവിടുത്തെ ഓരോ ചടങ്ങുകളും ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയുള്ള ആളുകളോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് അത് പാലിക്കുന്ന രാഷ്ട്രപതിയെ നമ്മൾ കണ്ടു. അവിടുത്തെ പൂജാ കാര്യങ്ങൾ തീർത്ഥം ലഭിച്ചപ്പോൾ കൃത്യമായിട്ടത് നാവിൽ വെച്ചുകൊണ്ട് ശിരസിലേക്ക് തളിക്കുന്ന ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുമാണ്. ഇതൊക്കെ കാണുന്നതെന്ന് പറയുന്നത് ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ പലരിൽ നിന്നും കണ്ടിട്ടുണ്ട്. ശബരിമല ശ്രീകോവിലിന് മുന്നിൽ നിന്നുകൊണ്ട് ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്ഥത്തെ സാനിറ്റൈസറായി മാറ്റിയിട്ടുള്ള ആ മന്ത്രി അടക്കമുള്ള ആളുകളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ആ മന്ത്രിയൊക്കെ തൊട്ട് വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് രാഷ്ട്രപതി അവിടുത്തെ എല്ലാ ആചാരങ്ങളും പരിപാലിച്ചുകൊണ്ട് ആ ദർശനം പൂർത്തീകരിച്ച കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. മാത്രമല്ല മാളികപ്പുറ ക്ഷേത്രത്തിലെത്തി അവിടുത്തെ പൂജകളിലും ഭാഗമായി വാവര് നടയിലെത്തി അവിടുത്തെ പൂജകളിലും ഭാഗമായതിനു ശേഷം ഒരു സാധാരണ അയ്യപ്പ വിശ്വാസി, അയ്യപ്പ ഭക്തൻ എങ്ങനെയാണോ ശബരിമലയിലെത്തി അവിടുത്തെ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭാഗമാകുന്നത്, അതേപോലെ ഒരു സാധാരണ ഭക്തിയായിട്ട് രാഷ്ട്രപതി, ഭാരതത്തിൻ്റെ പ്രഥമ പൗര ശബരീശ ദർശനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് പലർക്കുമുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി വൈ.എൻ. വാസവൻ അടക്കം അവിടുത്തെ വിശ്വാസങ്ങളെ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ നിഷേധിക്കുന്ന നടപടികൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്ഥം വെച്ചിട്ട് കൈ തുടയ്ക്കുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയായിരുന്നു രാഷ്ട്രപതിയുടെ ഓരോ പ്രവർത്തനവും അവിടുത്തേതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ മന്ത്രിയൊക്കെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് അത്രമാത്രം ഭക്ത്യാദരപൂർവ്വം അവിടുത്തെ ചടങ്ങുകൾ കണ്ട് തൊഴുകയും അതിൽ ഭാഗമാവുകയും രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല ശബരിമലയിൽ ഇപ്പോൾ നിൽക്കുന്ന കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ രാഷ്ട്രപതിയുടെ സന്ദർശനം ഏറെ പ്രധാനപ്പെട്ടതാണ്. ശബരിമലയുടെ മഹത്വവും പ്രാധാന്യവും കൂടുതൽ ലോകത്തിന് അറിവ് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിലേക്ക് അറിയിക്കുന്നതിനായിട്ട് രാഷ്ട്രപതിയുടെ സന്ദർശനം ഇടയാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. പക്ഷേ മലയാള മാധ്യമ രംഗത്ത് നമുക്ക് മാത്രമേ ആ ചോദ്യം ചോദിക്കാൻ ധൈര്യമുണ്ടാവുകയുള്ളൂ. ഒരേ ഒരു ചോദ്യം, ശരണം വിളിച്ചപ്പോൾ കള്ളക്കേസ്, ശരണമന്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ നാളുകൾ, ഇരുമുടി ഏന്തി എത്തിയ ഭക്തരെ ബലം പ്രയോഗിച്ച് തള്ളിയിട്ട് ഇരുമുടി കയ്യിലേക്ക് പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ നാളുകൾ, ഈ സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും ഇടനെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ അന്ന് ജനൻ TV സ്ക്രീനിന് മുന്നിൽ ക്ഷമയോടുകൂടി ഇരുന്നത്, കണ്ണീർ പൊഴിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഈ ദൃശ്യങ്ങൾ, ഭാരതത്തിൻ്റെ ഒന്നാമത്തെ പൗരയാണ് ശബരിമലയിൽ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഒന്നാമത്തെ പൗരയാണ്, സർവ്വസൈന്യാധിപയാണ്. ശരണമന്ത്രങ്ങൾ ഉച്ചത്തിൽ മുഴക്കി വ്രതനിഷ്ഠയോടുകൂടി ഹൃദയം മുഴുവൻ അയ്യനിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് അവിടെ എത്തിയത്. ഇതിൽ പരം എന്ത് സന്ദേശമാണ് ഈ കാട്ടുകള്ളന്മാർക്ക്, ഈ ഭക്തരെ വിഷമിപ്പിച്ചവർക്ക് കിട്ടാനുള്ളത്? തീർച്ചയായിട്ടും ശ്യാം, എല്ലാവർക്കും ഉപരിയാണ് അയ്യപ്പൻ, അതിന് മുകളിലാണ് അയ്യപ്പൻ എന്നുള്ള സങ്കല്പം. ആ ശ്രീധർമ്മശാസ്താവ് തത്വമസി എന്നുള്ള ആ ഒരു പൊരുള് എല്ലാത്തിനും മുകളിലാണ് എന്ന് രാഷ്ട്രപതി തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇവിടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ പലരും അയ്യപ്പനേക്കാൾ മുകളിലാണ്, അയ്യപ്പൻ്റെ കാര്യങ്ങളൊക്കെ തങ്ങളാണ് നിയന്ത്രിക്കേണ്ടത്, അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ സ്വത്തുവകകളൊക്കെ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ പല നിലപാടുകളും നടപടികളും സ്വീകരിക്കുന്ന വേളയിലാണ് താൻ അയ്യപ്പനേക്കാൾ ചെറുതാണ്, ആ അയ്യപ്പൻ്റെ മുന്നിൽ ഒരു സാധാരണ വിശ്വാസി മാത്രമാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ സർവ്വ സൈന്യാധിപയായിട്ടുള്ള പ്രഥമ പൗരയായിട്ടുള്ള രാഷ്ട്രപതി ആ ദർശനം നടത്തി മടങ്ങുന്നത്. ഇത് കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയ്യപ്പൻ്റെ സ്വത്ത് കട്ടുമുടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ കയറിക്കൂടിയ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള സൂചന കൂടിയായിട്ട് രാഷ്ട്രപതിയുടെ സന്ദർശനം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രാഷ്ട്രപതി ഈ കേരളത്തിലെത്തിയ വേളയിൽ തന്നെ, ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ആ വേളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ
രാഷ്ട്രപതിയുടെ പക്കൽ എത്തിയിട്ടുണ്ടാകാം. കാരണം ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ കൃത്യമായിട്ട് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ ഭരണകർത്താക്കൾക്ക് അറിവുള്ളത് തന്നെയാണ്. എന്തായാലും അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി എന്നോണം തന്റെ പ്രവൃത്തിയിലൂടെ തന്നെ ചില സൂചനകൾ രാഷ്ട്രപതി നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അത് മാത്രമല്ല, ഇനി ഇതേ നിലപാട് ഈ ദുഷ്ടവിഭാഗം തുടരുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് മറുപടി കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ള ഒരു സൂചന കൂടി നൽകിയിരിക്കുന്നു. മാത്രമല്ല, ആ രീതിയിലുള്ള മറുപടികളൊക്കെ നേരത്തെ മുതൽ തന്നെ ഇവർക്ക് ലഭ്യമാകുന്നുണ്ട്. അയ്യപ്പനെയൊക്കെ തൊട്ട് കളിച്ചപ്പോഴൊക്കെ ചുട്ട മറുപടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും അവർ അതേ നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ ഇനി കൃത്യമായിട്ട് അതിനും മറുപടി വരും. സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. ആരൊക്കെയാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, എത്രയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും സർവശക്തിയും എടുത്ത് പ്രകൃതി ശക്തിയോടുകൂടി അത് തിരിച്ചു വരും. അത് തന്നെയാണ് ഇന്ന് സന്നിധാനത്ത് കാണാൻ സാധിച്ചത്.